ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഇന്നലെ ഒരുപാട് കുടുംബാംഗങ്ങളെ കണ്ടു കേട്ടോ. നല്ല തിരക്കിൽ ശിരസയ്ക്ക് അറിഞ്ഞു പ്രാർത്ഥിക്കും. ആ കുടുംബാംഗം വന്നവരുന്ന് ഒരു വാക്കെങ്കിലും പറയും. വലിയ കർത്താവിന്റെ ഒരു കരുണയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്നലെ ഫുൾ ടൈം ഒക്കെ എടുത്തിട്ട് സ്വരത്തിൻ്റെ ചേർന്ന് വേറെ ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ മീഡിയയിലൂടെയാണ് ശുശ്രൂഷ. ഈ കുഞ്ഞിട്ടോക്ക് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഓർക്കാണ് ഒരു കൊച്ച് പറഞ്ഞൊരു കാര്യം അമ്മച്ചി പറയാണ്, ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊച്ചു പറയും, പിന്നെ ടോക്ക് വെക്കും പറയും, സാക്ഷി പറ സാക്ഷി പറ സാക്ഷി പറ എന്ന് പറഞ്ഞാൽ കൊച്ചിന് വിശ്വാസമാണ്. സാക്ഷി പറയാം, സാക്ഷ്യപ്പെടുത്തി അത് പൊക്കോളും. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു ഒരു ഒരു വിശ്വാസം കയറുന്നുണ്ടോ കേട്ടോ. അപ്പൊ പല വഴിക്കാണ് ഈശോയുടെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കർത്താവിന്റെ വലിയൊരു കരുണയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഈ മീഡിയയിലൂടെ ശുശ്രൂഷകൾക്ക് വേണ്ടി തന്നെ ഒരു നന്മയും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിലാപങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് ലാമെന്റേഷൻ, ചാപ്റ്റർ 1 വേഴ്സ് 9, 1-ാം അധ്യായം 9-ാം തിരുവചനം. തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വീഴ്ചയെ ഭീകരമാക്കുന്നത്. നല്ലൊരു വചനമാണ്. നല്ലതെന്ന് പറഞ്ഞാൽ കേൾക്കാനത്തെ സുഖമുള്ള വചനമല്ല. അതായത് ഇപ്പൊ നമ്മള് പിന്നെ ആ വചനം കൊണ്ട് പറയാതിരിക്കും കുറച്ച് നല്ലേ. തന്റെ വിനാശത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചില്ല, അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. എന്റെ സഹോദരങ്ങളെ, എന്റെ പശ്ചാത്തലം പറയാം. ജെറുസലേമിനെ കുറിച്ചാണ്, ഇസ്രായേലിനെ കുറിച്ചാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളെ കുറിച്ചാണ്. അവരുണ്ടായിരിക്കുന്ന എന്താണ് പറയണത്, ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി കപ്പം കൊടുക്കേണ്ടി വന്നു, രക്ഷിക്കാൻ ആരുമില്ല, പുരോഹിതന്മാർ അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊന്നും ആയി. ജനനിബിഡമായിരുന്ന സ്ഥലങ്ങളെല്ലാം ഒന്നും ഇല്ലാതെയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. കാരണം ജെറുസലേം മഹാറാണിയായിരുന്ന ഒന്നും ഇല്ലാത്തവളായി. കാരണം അവളതുപോലെ പാപം ചെയ്തു, അവളതുപോലെ തെറ്റിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുക. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചിന്തിച്ച് നോക്കിയേ, അവളുടെ വിനാശത്തെക്കുറിച്ച്, തന്റെ വിനാശത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചില്ല, അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. അതുകൊണ്ട് വീഴ്ചയെ ഭീകരമാക്കുന്നത് നമ്മുടെ വിനാശത്തെക്കുറിച്ചുള്ള നമുക്കൊരു ചിന്തയില്ലായ്മ വളരെ വളരെ ഒരവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ തന്നെ ഓർക്കാണ്, ചില മനുഷ്യന് തിരിച്ചു വരാൻ വേണ്ടിയാണ് ദൈവം ഈ ചില അവസ്ഥകൾ കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അറിയാം, പ്രാർത്ഥിക്കുമ്പോഴും കാര്യമ്പോഴൊക്കെ അറിയാം. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം ചിന്തിക്കുന്നില്ല. കാരണം അവനെങ്ങനെ ചെയ്തുകൊണ്ട്, ഇവനെങ്ങനെ ചെയ്തുകൊണ്ട്, എനിക്കെന്നെ സംഭവിച്ചിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. വാട്ട് ഈസ് ദ റിയൽ കോസ്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രോബ്ലം വന്നത് എന്ന് ചിന്തിക്കുന്നില്ല. ബാക്കി എല്ലാത്തിനെ കുറിച്ചാണ് ചിന്ത. നമ്മൾ അവിടെ കുറ്റാരോപണം വന്നു, പരാതി പറച്ചിൽ പറഞ്ഞു, ചിലപ്പോൾ ദൈവത്തിനെതിരായി, എല്ലാ സംഗതിയും വന്നു. അതാണ് തന്റെ വിനാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് വീഴ്ച ഭീകരമെന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാപം ചെയ്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് എന്തുമാത്രം പാപത്തിന് അതിനാൽ തന്നെ വിനാശം വരും, പാപത്തിന് അതിനാൽ തന്നെ തകർച്ച കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ക്ഷയിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ വചനം ഓർക്കുന്നില്ല. 33 കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നോ, നമ്മുടെ ആത്മാവിന് അങ്ങനത്തെ കൂടെ ഒരു ചിന്തയില്ല. അതാണ് പറയുന്നത്. അപ്പൊ എത്രയോ വലുതാണെന്നുള്ളതാണ്. എത്രയോ അതായത് ഇപ്പോൾ പിന്നെ നമ്മുടെ പഴയ നിയമത്തിലെ സാംസനെ കുറിച്ച് പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ മാത്രം അറിഞ്ഞില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അവന്റെ പരാജയം എന്താണെന്നുള്ളത്, അവന്റെ പോരായ്മ എന്താണെന്ന്, എവിടെയാണ് തെറ്റുപറ്റിയെന്നോ അതൊന്നും ചിന്തിക്കുന്നില്ല. വിനാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വരവാകും ചിന്തിക്കുന്നില്ല. വീഴ്ച ഭീകരമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പാപം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അനുതാപം ഇല്ലാത്തൊരവസ്ഥ, ഒരു കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ ജീവിക്കുക, അതൊക്കെയാണ് വലിയ ആ പാപത്തിന്റെ അതിനേക്കാൾ ഭീകരം. ഈ വീഴ്ച ഭീകരമാക്കുന്ന ഇങ്ങനത്തെ ചില സംഗതികളാണ്. പക്ഷെ നിങ്ങളെല്ലാം നല്ല ആൾക്കാരാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും തന്നെ പെട്ടെന്ന് അനുദപിക്കുന്നു, കുമ്പസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ സംഭവങ്ങളും വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ തിരുത്താനുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം, അല്ലേ? അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് പോകാവുള്ളൂ. അത് നമുക്കൊരു ആത്മശോധന, പിന്നെയാണ് ബാക്കി തലങ്ങളിലേക്ക് നമ്മൾ പോകാവുള്ളൂ. അനുഗ്രഹിക്കട്ടെ കേട്ടോ. കർത്താവ് അനുഗ്രഹം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു.
കർത്താവെ, പരിശുദ്ധാത്മാവെ, ഒരുപാട് 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 നന്ദി പറയുന്നു. കർത്താവെ, മീഡിയ ടോക്കിലൂടെയൊക്കെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് സ്തുതിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണമേ. കർത്താവെ, ഇന്നലെ കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവ്, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വന്നുപോയ ഓരോരുത്തർക്കും കർത്താവ്, നട്ടപ്പാടി സെഹിയോനിലും അതുപോലെ തന്നെ കുറവലങ്ങാട് PDM സെന്ററിലും വാഴക്കുളത്ത് ACSS സെന്ററിലൊക്കെ വന്നുപോയ ഓരോരുത്തർക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ആശീർവദിക്കുക. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഇവരെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. സഭയിൽ കർത്താവെ, വിശുദ്ധ ബർത്തലോമേസ്ലേഹായുടെ തിരുനാൾ കർത്താവ് ഇന്നേനാണ് സഭ ആഘോഷിക്കുന്നത്. ഇന്നാണ് അതിന്റെ ദിവസം. ബർത്തലോമയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവ്, സ്വർഗം കനിയണം കർത്താവ്. ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ യേശു നാമത്തിൽ വന്ന് വിട്ടുപോട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. അഭിഷേകാത്മീയം കർത്താവ്, ചെറിയ ടോക്കും അതേപോലെ തന്നെ ദൈവമേ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് എന്ന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ്. ഹോളി സ്പിരിറ്റ് ടീമിനൊക്കെ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ്. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.